നമുക്ക് നാട്ടിൽ നിന്ന് കൊറിയർ അയച്ചു കേട്ടോ കുറച്ച് സാധനങ്ങൾ. ഇപ്പോൾ DTDC വഴിയാണ് അയച്ചത്. 1100 രൂപ അവർ നമ്മുടെ നിന്ന് പൈസ വീട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. സാധാരണ അവർ ഫുള്ള് പാക്ക് ചെയ്ത്, അവർക്കറിയാമല്ലോ ഇത് അവിടെ നിന്ന് ഇവിടം വരെ എത്ര ദൂരം വരേണ്ട സാധനമാണ്, അപ്പോൾ അത് പൊട്ടിപ്പോകുന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അപ്പോൾ നല്ലപോലെ പാക്ക് ചെയ്തിട്ടാണ്, അതിനുള്ള പൈസയും കൂടാണല്ലോ അവർ നമ്മുടെ 1100 രൂപ വാങ്ങിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര പരിതാപകരമാണ്. അവർ ഇത്രയും കഷ്ടപ്പെട്ട് അവിടെ നിന്ന് കൊടുത്തുവിട്ട സാധനങ്ങളെല്ലാം റോഡ് വഴി പോയിക്കൊണ്ടിരിക്കുമായിരുന്നു, എല്ലാ സാധനങ്ങളും. കാരണം ഇത് അവർക്ക് ഇവിടെ കൊണ്ടുതരാനുള്ള ഒരു രീതിയിലല്ലാത്തത് കൊണ്ട് അവർ നമ്മളെ അങ്ങോട്ട് വിളിച്ചിട്ടാണ് നമുക്ക് പാഴ്സൽ തന്നത്. കാരണം അവർക്ക് ഇവിടെ കൊണ്ട് എത്തിക്കാൻ പോലും പറ്റത്തില്ല, പെട്ടി അത്രയും പൊട്ടിയിരിക്കുക. അന്നേരം ഞാൻ കാണിച്ചു തരാം, നിങ്ങൾക്ക് പെട്ടിയുടെ അവസ്ഥ കാണിച്ചു തരാം എങ്ങനെയുണ്ട്. ഇത് കണ്ടോ, ഇതാണ് ഇതിൻ്റെ അവസ്ഥയെന്ന് പറയുന്നത്. ഇതൊക്കെ സൈഡിൽ നിന്നൊക്കെ പൊട്ടിപ്പോയിരിക്കുന്നു മൊത്തം. ഇതെന്താണ് ഈ പരുവം കാണുന്നുണ്ടോ നിങ്ങൾ? 1100 രൂപ കൊടുത്ത് അയച്ച കൊറിയറിൻ്റെ അവസ്ഥയായി കാണുന്നത്. 1100 രൂപ കൊടുത്ത് ആലപ്പുഴ DTDC അയച്ച കൊറിയറിൻ്റെ അവസ്ഥയാണിത്. എന്ത് പറയാൻ, ആരോട് വിളിച്ച് എന്ത് പറയാനാ? ഇങ്ങനെ ചെയ്യുന്നതിൽ നല്ലത് മൊത്തത്തിൽ അവർ അടച്ചുപൂട്ടി നിർത്തുന്നതാണ്.